ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് പെരുമ്പളത്തേക്കാണ് കേട്ടോ. കാര്യം 27-ാം തീയതി പോകാമെന്ന് പറയേണ്ടായിരുന്ന പെരുന്നാളിൻ്റെന്ന്. പക്ഷെ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസമായിട്ടാണ് പോയത്. ഈ പെരുമ്പളം പാലത്തിലൊക്കെ ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പെരുന്നാളിൻ്റെ ഇത് പ്രമാണിച്ചിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ കാണാമെന്നുള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ. അങ്ങനെ ഇവിടെ വന്ന് നിഹാരിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാക്കി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് ആലോചിച്ചത്. അങ്ങനെ ആളാണെങ്കിൽ തുള്ളിക്കൊണ്ടിരിക്കണം കേട്ടോ. കാര്യം എപ്പോഴും ഇവിടെ വരുമ്പോൾ ആൾ നല്ല ഉറക്കമായിരിക്കും. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാളൊന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു. താഴത്തേക്ക് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും സ്പീഡ് ബോട്ടൊക്കെ പോകുന്നുണ്ട്, ഷിക്കാര ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ. പക്ഷേ നേരത്തെ ഇങ്ങനത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പാലം വന്നപ്പോഴത്തേക്കും നിറച്ച് കടകൾ, എന്താ പറയാണ്ട് ഇപ്പോൾ അടിപൊളിയാണ് പെരുമ്പളം. നേരത്തെ പക്ഷെ കടകളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ജങ്കാറിനും ബോട്ടിനും പോയിക്കൊണ്ടിരുന്ന ഒരു ഇതായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ പതിയെ കടവിലേക്ക് ഇറങ്ങി കേട്ടോ. വൈകുന്നേരം ഇവിടെ വന്നിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. കാര്യം നല്ല തണുത്ത കാറ്റൊക്കെയാണ്. എത്ര ചൂടാന്ന് പറഞ്ഞാലും കടവിൽ വന്നിരിക്കുമ്പോഴത്തേക്കും അത് ചൂട് അപ്പോഴേ പോകും കേട്ടോ. പക്ഷേ പുറത്ത് നോക്കുമ്പോഴത്തേക്കും നല്ല വെയിലാണ്. ഇത് നമ്മുടെ സൗത്ത് ബോട്ട് കെട്ടിയാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴും ഈ ബോട്ടിലൊക്കെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അന്ന് പഴയ പോലെ അത്ര ആൾക്കാരൊന്നും ഇല്ല. നമ്മൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ പതിയെ വീട്ടിലേക്ക് ഇറങ്ങി. അങ്ങനെ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് പിടിച്ച അംഗനവാടി കേട്ടോ. പക്ഷെ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. ചെടിയൊക്കെ വെച്ച് അലങ്കരിച്ചൊക്കെ. അങ്ങനെ ആ കാണുന്ന എറണാകുളമാണ്. പക്ഷെ ഈ ഒരു ടൈമിന് എപ്പോഴും ഇവിടെ വരാനായിട്ട് മഴയായിരിക്കും. അങ്ങനെ പാലത്തിലെ ലൈറ്റൊക്കെ ഉണ്ടല്ലോ, എന്ത് രസമല്ലേ കാണാനായിട്ട്. പെരുന്നാൾ പ്രമാണിച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ പറഞ്ഞല്ലോ. പക്ഷെ കാണാൻ എന്ത് കിടുവല്ലേ. ഞാൻ ആദ്യം ഫസ്റ്റ് ആലോചിച്ചു വല്ല കല്യാണം വല്ലതായിരിക്കും. സാധാരണ എപ്പോഴും കല്യാണം ആയിരിക്കും. പക്ഷെ ഈ കടകളൊക്കെ ഉണ്ട്. ഇങ്ങനെ കടകളൊന്നും ഉണ്ടാകാറില്ല ഇവിടെയൊന്നും. കാര്യം ഇപ്പം പാലം വന്നുകൊണ്ടിട്ടാന്ന് തോന്നുന്നു ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പഴയ പോലെയൊന്നും അല്ല ഇപ്പം. അങ്ങനെ ടറഫൊക്കെ വന്നിട്ടുണ്ട്. പിള്ളേരാണെങ്കിൽ ഫുട്ബോളൊക്കെ കളിച്ചിരിക്കുന്നു. അതിന് നമ്മൾ പിന്നെ അതൊക്കെ നോക്കി ഇങ്ങനെ വണ്ടിയിൽ നിന്ന് പതിയെ പമ്മി നോക്കി വെച്ച് നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ച്. അപ്പം അത്രയുള്ള ഗൈസ്, ടാറ്റാ ബൈ ബൈ. ലൈക്ക്